വീട്ടിൽ തന്നെ നമുക്കൊരു ബർഗർ റെഡിയാക്കി എടുത്താലോ? എങ്ങനെയാണ് കുറഞ്ഞ ചെലവിൽ നമുക്ക് ബർഗർ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ പാറ്റീസ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരളവിലാണ് പാറ്റീസ് റെഡിയാക്കി എടുക്കുന്നത്. 2-3 ബർഗറിനുള്ള പാറ്റീസ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. 250 ഗ്രാം ചിക്കന് ഒരു ഫുൾ സവാള വേണമെന്നില്ല, പകുതി സവാള അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താലും മതിയാവും. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. പൊടി വേണമെങ്കിൽ പൊടിയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സെലറിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇത് ഓപ്ഷനിലാണ്. ഞാൻ ഇതേപോലെയാണ് കേട്ടോ സെലറി ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. സെലറി എനിക്കിവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഐസ് ക്യൂബിൽ, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിലിട്ട് അതങ്ങ് മെൽറ്റാക്കി എടുത്തിട്ട് ഇതേപോലെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി കളയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരപ്പിലേക്ക് ചിക്കനും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ചിക്കൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുവാണ്. പേസ്റ്റ് ഇല്ലെങ്കിൽ മുഴുവനോടുകൂടെ ജിഞ്ചറും ഗാർലിക്കും ചെറിയ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മസാല വെളുത്തിട്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതെല്ലാം തന്നെ നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. മുട്ടയെല്ലാം തന്നെ ചിക്കന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാവേ. ബ്രെഡിന്റെ അളവ് ഓരോരുത്തരുടെയും ചിക്കന്റെ ആ ബാറ്ററിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവേ. ഒരുപാട് ഹാർഡായിട്ടും കുഴച്ചെടുക്കാൻ പാടില്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടും പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചിക്കന്റെ ബാറ്റർ കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. പാറ്റീസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തത്. കോൺഫ്ലോർ താല്പര്യമില്ലാത്തവര് ബ്രെഡ് ക്രംസ് മാത്രം ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോ പാറ്റീസിന്റെ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അന്നേരം നമുക്ക് ബർഗറിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ 1 സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതെ, ബർഗർ സോസ് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബർഗർ സോസ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കൊരു വെജി സാലഡും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നീളത്തിൽ തന്നെ ക്യാബേജും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മയോണൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. വെജീസ് എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവേ. വേണമെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വെജീസ് കൊണ്ടിട്ട് സാലഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുരുമുളക് ഒഴിവാക്കിയതാണ്. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ കൈയൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പാറ്റീസ് കയ്യിൽ ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഗ്രീസ് ചെയ്തെടുത്തത്. ഇനി വലിയ ബൗള് തന്നെ പാറ്റീസ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ആദ്യം തന്നെ ഒന്ന് മുട്ടയുടെ ബാറ്ററിലേക്ക് മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുവാണേ. ഇത് ഓപ്ഷനിലാണ്. ചിലര് അല്ലാതെ തന്നെ പാറ്റീസ് ബ്രെഡിലും മുട്ടയിലൊന്നും മുക്കാണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് പാറ്റീസ് റെഡിയാക്കി എടുക്കാം. ഓരോരുത്തരുടെ ബർഗർ ബണ്ണിന്റെ വലിപ്പം അനുസരിച്ച് പാറ്റീസിന്റെ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാതെ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ പാറ്റീസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് വേഗം തന്നെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഈ ഒരു വലിപ്പത്തിലും സൈസിലും റെഡിയാക്കി എടുത്താൽ മതിയാവും. അതേ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേഗം തന്നെ പാറ്റീസ് വെച്ച് കൊടുക്കുവാണ്. ഉള്ളിലെ ചിക്കനൊന്നും വെന്തിട്ടില്ല. അപ്പോഴേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അതേ, നമ്മളെ പാറ്റീസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പാറ്റീസും കൂടെ റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാവേ. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നടുവേ കട്ട് ചെയ്തിട്ട് എടുക്കുവാണ്. ആദ്യം തന്നെ ബണ്ണിലേക്ക് ബർഗർ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. 2 ബണ്ണിലും ഇതേപോലെ തന്നെ ബർഗർ സോസ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മയോണൈസ് താല്പര്യമില്ലാത്തവർക്ക് സോസ് ആണെങ്കിലും മാത്രം യൂസ് ചെയ്താലും മതിയാവും.
ഇനി ഇതിന്റെ മുകളിലേക്ക് വെജിറ്റബിൾ സാലഡ് റെഡിയാക്കി വെച്ചേക്കണതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ലെക്ചൂസ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ താമസിക്കുന്നിടത്ത് ലെക്ചൂസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലെക്ചൂസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാറ്റീസും കൂടെ തന്നെ ഒരു സ്ലൈസ് ചീസും അതിന്റെ മുകളിലേക്ക് സവാളയും തക്കാളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ബണ്ണും കൂടെ വെച്ച് ക്ലോസ് ചെയ്ത് ഒരു ടൂത്ത് പിക്കില് ചെറിയും കൂടെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുവാണ്. മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കാം. ബണ്ണ് ഞാൻ ഇതിന് മുന്നേ ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബണ്ണ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടും ബർഗർ സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ എളുപ്പത്തിൽ തന്നെ ബർഗർ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള വെജീസും ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ് ബർഗർ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇതേപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക്